അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രിയത്തെ ട്രെയിനിന് വൈകുന്നേരം 5:30 ട്രെയിനിൽ നിന്ന് ഇരിങ്ങാലക്കുടിയിൽ നിന്ന് കയറിയിട്ടുണ്ടായേ. അപ്പോൾ നമുക്കതുപോലെ കുറച്ച് ഫാമിലീസിനൊക്കെ പരിചയപ്പെടാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ ലേസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി നേരം വൈകിയിരുന്നു. 11:30 കഴിഞ്ഞിരുന്നു ട്രെയിൻ എത്താൻ വേണ്ടി. നല്ല ലേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി വേഗം കിടന്നുറങ്ങിയിട്ടാണ്. അടുത്ത ദിവസം തേങ്ങ പറിച്ചിട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് എണീച്ചത്. തേങ്ങ പറിക്കാൻ ആൾ വന്നിട്ടുണ്ടേ. അപ്പോൾ മക്കളാണെങ്കിൽ അച്ഛനെ നല്ലോണം ഹെൽപ്പ് ചെയ്യണം. പക്ഷേ വെറുതെ ഒന്നല്ല കേട്ടോ അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നത്. അച്ഛന് മിഠായി വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ മിഠായി ഒന്നല്ല, അവസാനം അച്ഛനവർ നല്ലോണം മുതലാക്കി. പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അച്ഛന് അവർക്ക് സമാധാനമായത്. പണ്ട് ഞങ്ങൾ ഇതുപോലെയായിരുന്നു. ഞങ്ങൾക്ക് മിഠായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. പിന്നെ ഇളനീരും കിട്ടും കേട്ടോ, കുട്ടികൾക്കും കിട്ടി. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് തേങ്ങ നമുക്ക് കുറച്ച് പറമ്പിലിങ്ങനെ തേങ്ങ ഉണ്ട്, തെങ്ങുണ്ട്. അപ്പോൾ അവിടുത്തെ തേങ്ങ പറിക്കലും കാര്യങ്ങളും നമുക്ക് ആൾ വയ്യാതാവും. അപ്പം സാധാരണ അച്ഛനൊക്കെ ഒറ്റക്കാണ് ചെയ്യാറ്. ഇതിപ്പോൾ കുട്ടികളുണ്ടായപ്പോൾ അച്ഛന് സത്യം പറഞ്ഞാൽ നല്ല ഹെൽപ്ഫുള്ളായെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളുണ്ടായിരുന്നു. ഞാനങ്ങനെ പോയിട്ട് പറിച്ചിടാനൊന്നും നിന്നുണ്ടായിരുന്നില്ല. കുട്ടികൾ ചെയ്തു, എൻ്റെ പകരം കുട്ടികൾ ചെയ്തു. പണ്ട് നമ്മളാണല്ലോ. അപ്പോൾ അവരൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും നല്ലോണം ചെയ്യുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ, ഫുൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് അമ്മ ചായ ഉണ്ടാക്കി തന്നിരുന്നു. സ്വന്തം വീട്ടിൽ പോയി പിന്നെ നമുക്ക് മടിയാണല്ലോ. അപ്പോൾ അമ്മ ചായ ഉണ്ടാക്കി തന്നു. പക്ഷെ മടിയൊന്നുമില്ല കേട്ടോ, പണിയൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. അടുത്ത ദിവസം തന്നെ ആയപ്പോൾ അമ്മ എനിക്ക് കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. പിന്നെ ചേട്ടൻ ചെറിയ മോള് പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവളെയും കൊണ്ട് ഞാൻ ഇവർ തേങ്ങ ഇടുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. അവളെൻ്റെ കൂടെ തന്നെ ഉണ്ടേ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം നോക്കിയപ്പം തേങ്ങ പറിക്കുന്ന ചേട്ടനെ കാണുന്നില്ല. പെട്ടെന്ന് അത് അടുത്ത തെങ്ങിൽ ചേട്ടൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആളാണെങ്കിൽ നന്നായി ആസ്വദിച്ച് തേങ്ങ പറിക്കണം. വർഷങ്ങളായിട്ട് ഞാൻ പണ്ട് ചെറുപ്പം മുതൽ ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ പറിക്കാൻ വരുന്ന ചേട്ടനാണേ. അപ്പോൾ ആൾ തേങ്ങ പറിക്കലും കാര്യങ്ങളായിട്ട് ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പം വെറുതെ ഞാൻ ചുമ്മാ വീഡിയോയിൽ പിടിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാനും ആ ചെറിയ മോള് റൂമിലിരുന്നിട്ട് ഇങ്ങനെ ആൾ തേങ്ങ പറിക്കുന്നതും തേങ്ങയുടെ നോക്കിയിരിക്കുന്നുണ്ട്. കുട്ടികൾ എടുത്തു കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഫുൾ തെങ്ങുകൾ കണ്ടോ, നല്ല രസമാണ്. എനിക്ക് നമ്മുടെ തൃശ്ശൂർ എനിക്കിങ്ങനെ കുറേ ഇങ്ങനെ അടുത്തടുത്തൊന്നും കണ്ടില്ല. തെങ്ങിൻ തോപ്പുകളിൽ ഉണ്ടാവുന്നല്ലാതെ ഇങ്ങനെ വീട് സൈഡിൽ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ ഇവിടെ ഇങ്ങനെയാണ്, പറമ്പിൽ ഫുൾ തേങ്ങയാണ് കേട്ടോ. ഇതുപോലെ 6 മാസം കൂടുമ്പോഴാണെന്ന് തോന്നുന്നു വളമൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അടുത്ത 6 മാസം ആകുമ്പോൾ നമുക്കിങ്ങനെ തേങ്ങ കിട്ടും. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഫുൾ പച്ചപ്പായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പുല്ലൊന്നും വൃത്തിയാക്കാൻ ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വന്നതിൻ്റെ അടുത്ത ദിവസത്തിന് ആൾ വന്ന് പറമ്പൊക്കെ വൃത്തിയാക്കി കൊടുത്തെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായി. പിന്നെ അടുത്ത ചടങ്ങെന്ന് വെച്ചാൽ തേങ്ങ പറിക്കുന്ന ആൾ വന്ന് ഇളനീരൊക്കെ പറിച്ചിട്ട് തന്നായിരുന്നു ഞങ്ങളെല്ലാവരുടെ എണ്ണത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഇളനീരൊക്കെ കുടിക്കലായിരുന്നു കേട്ടോ അടുത്ത പണി. അച്ഛൻ അതെല്ലാവർക്കും മക്കളെല്ലാവരും വിളിച്ചിട്ട് ഓതി വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കൊരു ഓർമ്മ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്കൊരു സന്തോഷം. നമ്മൾ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കുട്ടികളെ കളിപ്പിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും അല്ലേ ഇതൊക്കെ. എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ അടുത്ത ദിവസമാണ്. അപ്പോൾ തേങ്ങ ഉരിക്കുന്ന ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ തേങ്ങ ഉരിക്കുന്നുണ്ട് നന്നായിട്ട്. ഫാസ്റ്റായിട്ട് അവരുടെ കയ്യിലുള്ള പാര കൊണ്ട് ഉരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല അത്ഭുതമായിട്ട് തോന്നി. പെട്ടെന്ന് എനിക്കല്ല, മക്കൾക്ക്. ഞാൻ പിന്നെ ഇതൊക്കെ പണ്ടേ കണ്ടതാണേ. അപ്പോൾ പിന്നെ ഇത് അടുത്ത ദിവസം അവരൊക്കെ അവിടെ വെച്ചിട്ട് മോളെ മാത്രം വിളിച്ചു. കാരണം എല്ലാവരും വലിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ആരും അമ്പലത്തിൽ വന്നപ്പോൾ മോള് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മൂനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോയിട്ട് ഞാനും അമ്മയും അമ്മും. പിന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകം എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോകണമെന്ന് അമ്മക്കായിരുന്നു വാശി. ഞാൻ അങ്ങനെ ഇതാക്കില്ല, കാരണം വീട്ടിലെത്തിയാൽ കിടന്നുറങ്ങാമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഉറങ്ങുന്നില്ലെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഉറങ്ങും. പക്ഷേ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണല്ലോ, ജോലികളൊന്നും കാര്യമായിട്ട് ചെയ്യേണ്ട, അങ്ങനെയൊക്കെയുള്ളൊരു ഇത്. അപ്പോൾ പിന്നെ ഇവരൊക്കെ ആക്കി ഞാനും മക്കളും അമ്മയൊക്കെ കൂടി, ഞാനും മോളും അമ്മയും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിൽ നമ്മുടെ സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളാണ്. ചുമ്മാ എടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോവുകയാണ്. അവിടെ എത്തി നമ്മുടെ ഓട്ടോനെ പറഞ്ഞയച്ചു. പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ കയറാൻ പോകുന്നത് നമ്മുടെ പാലൂർ അമ്പലമാണ്. ശ്രീ പിഷാരിക്കാവ് അമ്പലം കേട്ടവരുണ്ടാവും. കൊയിലാണ്ടി ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയിൽ കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നല്ല അടിപൊളി അമ്മ. എനിക്കൊന്നും അവിടെ കൊടുങ്ങല്ലൂർ ആയിട്ട് എന്തോ കണക്ഷനൊക്കെ ഉണ്ട്. ശരി, എന്തായാലും ആ ഒരു പിഷാരിക്കാവ് ദേവസ്വത്തിന് കീഴിലുള്ള പാലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. എന്തൊക്കെയോ അമ്പലത്തിൽ വരുമ്പോൾ എത്രയൊക്കെയായാലും നമുക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അമ്പലത്തിൽ വരുമ്പോൾ ഒരു മൈൻഡ് ഫ്രീ ആയൊരു ഫീലാണല്ലോ. അപ്പോൾ ശരി, അപ്പം നമ്മൾ എല്ലാവരുടെ പേരിലും വഴിപാടൊക്കെ കഴിക്കാനായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു, പ്രാർത്ഥിച്ചു. ഞാൻ അമ്പലത്തിനുള്ളിലത്തെ വീഡിയോസ് ഞാൻ എടുക്കാൻ നിന്നില്ല, അമ്പലത്തിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി ഓട്ടോ വേണം. വന്ന ഓട്ടോ നമ്മളെ കാത്തു നിന്നില്ലല്ലോ, അവരങ്ങ് പോയി. പിന്നെ അടുത്ത ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ട്രെയിൻ പോയി ഗേറ്റ് തുറന്നിട്ട് വേണം അടുത്ത ഓട്ടോ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കാത്തിക്കാണ്. പെട്ടെന്ന് ഓട്ടോ കിട്ടി വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. കിടക്ക വെയിലത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്ത് ഏട്ടനും അനിയനും കൂടി ഇരുന്ന് കഥ പറയുകയാണ്. ഇതൊക്കെ പണ്ട് നമ്മൾ ചെയ്ത അതേ കാര്യങ്ങൾ നമ്മളെ മക്കൾ ചെയ്യുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. പെട്ടെന്ന് ഇങ്ങനെ പഴയ കാലത്തിലേക്ക് പോയി എന്ന് പറയില്ലേ, അത്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ എടുത്തില്ല. ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ വൈകുന്നേരം ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ കല്ലുമ്മക്കായ് പൊരിച്ചത്, അങ്ങനെ കുറേ പലഹാരങ്ങളുണ്ടായിരുന്നു കേട്ടോ. കിളിക്കൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായി. അതൊക്കെ കുടിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നാത്തൂനാണെങ്കിൽ കുറച്ച് ബൂസ്റ്റൊക്കെ കലക്കിയിട്ട് ഇങ്ങനെ പോപ്സിക്കിൾ എന്ന് പറഞ്ഞ ആ സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ കുടിച്ചിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ള